ഈശോയുടെ അതിമനോഹരമായ അതിശക്തമായ ഒരു പ്രോമിസ് ഉണ്ട്. കർത്താവ് ഇന്ന് നമ്മളെ നോക്കി പറയുന്ന ഒരു പ്രോമിസാണത്. ഹെബ്രായ ലേഖനം 13-ാം അധ്യായം 5-ാം വാക്യം. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. നമ്മൾ ചില സമയം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പോഴേ ഈ വചനം എടുത്ത് നമ്മൾ കർത്താവിനോട് തന്നെ പറയണം, കർത്താവേ, ഇങ്ങനെ ഒരു കാര്യം വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പരിശുദ്ധാത്മാവിലൂടെയാണ് ഓരോ വചനങ്ങളും എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈശോയോട് പറയും, ഈശോയെ, ഇങ്ങനെയാണല്ലോ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ നിഷ്കളങ്കമായിട്ട് ഈശോയുടെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, ഈ വചനവുമായിട്ടിരിക്കുമ്പോൾ അതിൻ്റെ അത്ഭുതം, വചനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. കാരണം യേശു പറഞ്ഞു, ശിശുക്കളായിട്ടുള്ളവർ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ തടയണ്ട. ദൈവരാജ്യം അവരെ പോലുള്ളവർക്കാണ്. അതായത് കർത്താവ് ഒരു മിസ്റ്ററി അവിടെ പറഞ്ഞു തരികയാണ്. ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങളെ സ്വീകരിക്കണമെങ്കിൽ ശിശുസഹജമായ ഹൃദയവുമായിട്ട്, ആ മനസ്സുമായിട്ട് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരണം, നിഷ്കളങ്കമായിട്ട്. ഇന്ന് എത്ര പേർക്ക് ഈ വചനത്തെ നിഷ്കളങ്കമായി സ്വീകരിക്കാൻ സാധിക്കും? ചിലപ്പം നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച നാളത്തെ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാൻ പറ്റും നമുക്കറിയാൻ മേല. നമ്മുടെ ബിസിനസ്, ജോലി മേഖലകളിലെ ചില കാര്യങ്ങൾ, അത് എങ്ങനെ മുൻപോട്ട് പോകും, ഇതൊക്കെ ബുദ്ധിയുടെ തലത്തിൽ ഇന്ന് നിങ്ങളൊരു പ്രതിസന്ധിയെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരങ്ങളില്ലെങ്കിൽ, ഇന്ന് ദൈവത്തിൻ്റെ വചനം നമുക്കൊരു ഉറപ്പ് നൽകുകയാണ്. അവിടുത്തെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വന്ന്, ഒരു ശിശുവിനെ പോലെ നമ്മൾ കടന്നു വന്ന് അവിടുത്തെ വചനത്തെ നമ്മൾ സ്വീകരിക്കണം. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അപ്പം നാളെ ഒരു കാര്യം ഉണ്ടെങ്കിൽ, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, ഈ വചനം ഇത് നമുക്ക് ഒരു ഉറപ്പ് നൽകുവാണ്. കർത്താവ് നമ്മളെ അനാഥരായി വിടുകയില്ല. അതായത് കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കും. കർത്താവ് നമ്മളെ നിശ്ചയമായും സഹായിക്കും. ഇത് നമ്മൾ വിശ്വസിക്കണം. നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്നത് വിശ്വസിക്കാനാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഇന്ന് നമ്മൾ വിശ്വസിക്കുക, എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞതാണ്, എന്നെ അനാഥനായി വിടുകയില്ല, എൻ്റെ കൂടെ ഉണ്ടാകും, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. ഗോഡ് ഈസ് നോട്ട് എ മാൻ ടു ലൈ. മനുഷ്യർ ചിലപ്പം കള്ളത്തരമൊക്കെ പറഞ്ഞിരിക്കും, പക്ഷെ ദൈവം കള്ളത്തരം പറയത്തില്ല, വ്യാജം പറയത്തില്ല. ഈ വചനമാണ് അതിൻ്റെ ഉറപ്പ്. വചനം ഉറപ്പ് പറയുക, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല. ഒരു വിധത്തിലും അവഗണിക്കത്തില്ല, ഒരു വിധത്തിലും ഉപേക്ഷിക്കത്തില്ല. കർത്താവ് ഇന്ന് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ഓരോ ദൈവമക്കളെ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ വന്ന് നിൽക്കുന്നതിനായി നന്ദി പറയുന്നു. കർത്താവിൻ്റെ മലാഖമാര്, ദൂതന്മാര് ഈ മക്കൾക്ക് വേണ്ടി സഹായമായിട്ട് ആ ദൂതന്മാരുടെ സഹായ കരങ്ങളിലേക്ക് ഈ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ യേശുവേ, അങ്ങയുടെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഈ നിമിഷം ഈ കൂട്ടായ്മയിലേക്ക് ഇറങ്ങി നിൽക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു യേശുവേ. എപ്പോഴും എല്ലാറ്റിനും കർത്താവ് യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവേ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഇടയിൽ അതിശക്തമായി ഇറങ്ങി നിൽക്കുമ്പോൾ, നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ, ആ നന്ദി തന്നെ ആ നന്ദി ഒരു വാതിലാണ്. നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് മാനിഫെസ്റ്റ് ചെയ്യും. ഏത് മേഖലയിലാണേലും അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. കർത്താവ് 5 അപ്പവും 2 മീനും എടുത്തിട്ട് എന്താ ചെയ്തത്? ഇത്രയല്ലേ ഉള്ളൂ ദൈവമേ, ഞങ്ങൾക്ക് കുറെ കൂടി ഭക്ഷണം, അങ്ങനെയാണോ പ്രാർത്ഥിച്ചത്? അല്ല, 5 അപ്പത്തിനായി 2 മീനിനായി നന്ദി. കണ്ടോ, ആ നന്ദി എന്ന് പറയുന്ന സമയത്ത് പവർ ഓഫ് ഗോഡ് അവിടെ വെളിപ്പെടുകയാണ്, ദൈവശക്തി വെളിപ്പെടുകയാണ്. ഇവിടെ ഈശോ നമുക്കൊരു മാതൃക കാട്ടിത്തരും എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈശോ പറഞ്ഞു, ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. ഇന്ന് ഈ സ്ക്രിപ്ചറുകളിലൂടെ ദൈവം നമ്മളോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിന്നെ ഒരു വിധത്തിൽ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല. അപ്പം അവഗണിക്കാത്ത, ഉപേക്ഷിക്കാത്ത ദൈവം കൂടെയുള്ളപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് ആദ്യം വരേണ്ട വികാരം എന്താ? ഭയമാണോ? അവിശ്വാസമാണോ? നന്ദിയാണോ? നന്ദി. ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറപ്പിൽ നന്ദി പറയാം. ഏത് കാര്യത്തിനകത്തും നമ്മൾ നന്ദി പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത വഴികളും വാതിലുകളും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മുൻപിൽ തുറക്കും. നന്ദി പറഞ്ഞ് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള സകല നന്മകൾക്കുമായിട്ട് നന്ദി പറഞ്ഞ്
ചിലപ്പോൾ ഇന്ന് ജോലി മേഖലകളിൽ ഒരു പ്രതിസന്ധിയാണെങ്കിൽ ഈ ജോലിക്കായിട്ടും നന്ദി പറഞ്ഞ്, ഈ ജോലി ലഭിച്ചതിനായി നന്ദി പറഞ്ഞ്, നമ്മൾ ഈ പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മൾ ബാക്കി എല്ലാം ദൈവം ചെയ്ത കാര്യം മറന്നുപോകും. പക്ഷെ ഇന്ന് ദൈവം നമ്മളോട് റിമൈൻഡ് ചെയ്യുകയാണ്, ഡു നോട്ട് ഫർഗെറ്റ് ഹിസ് ബെനഫിറ്റ്സ്. കർത്താവ് തന്ന ബെനഫിറ്റ്സ് നമ്മൾ മറക്കരുത്. സാധാരണ തന്ത്രം അതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റും. അല്ലെങ്കിൽ നമ്മളൊക്കെ മറന്നിട്ട് നമ്മുടെ മനസ്സിൽ ആകുലതകളും ചിന്താഭാരവും ഇനിയൊന്നും ശരിയാകാൻ പോകുന്നില്ലേ എന്നൊക്കെയുള്ള തോട്ട്സ് ഇട്ട് നമ്മുടെ ഉള്ളിലെ വിശ്വാസത്തെ മുഴുവൻ അതിനെ മുഴുവൻ പറിച്ചെറിയാൻ അവൻ നോക്കുന്നത്. എന്നാലേ ഉള്ള അവൻ്റെ എനർജി, അവൻ്റെ ആ ഒരു പ്രസൻസ് അവന് ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഇന്ന് ഏതെങ്കിലും ഒരു ദൈവ പൈതൽ, ദൈവത്തിൻ്റെ ഒരു മകനും മകളും ദൈവത്തിന് നന്ദി പറഞ്ഞ് കർത്താവിൻ്റെ വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവൻ്റെ ജീവിതത്തിലും അവൻ്റെ കുടുംബത്തിലും അവൻ്റെ ചുറ്റുമുള്ള എല്ലാ മേഖലകളിലേക്കും വ്യാപരിക്കും. ഇത് നമ്മുടെയാണ് ചോയ്സ്. കർത്താവിൻ്റെ വചനം ഒരിക്കലും മാറത്തില്ല. ഹെബ്രായ ലേഖനം 13-ാം അധ്യായം 6-ാം വാക്യം, 13-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല. 6-ാം വാക്യം, അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും. എത്ര പേർക്ക് ധൈര്യത്തോടെ ഇത് പറയാൻ പറ്റും? കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും. കർത്താവാണ് എൻ്റെ സഹായകൻ. നമുക്കൊക്കെ ഈ ഭൂമിയിൽ ഒരു ടൈം പീരീഡ്, ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചൊരു സമയമുണ്ട് അല്ലേ? നമ്മൾ ഉദ്ദേശിച്ചതാണോ? നിങ്ങൾ ചിലപ്പോൾ 1960s ജനിച്ചവർ കാണും, 70s, 80s, 90s ഈ ഒരു വർഷങ്ങളിൽ ജനിക്കാൻ ദൈവം തീരുമാനിച്ചതാണ്. അപ്പം ദൈവം തീരുമാനിച്ച് ഈ ഭൂമിയിൽ നമ്മൾ വന്നു. നമ്മൾ തിരഞ്ഞെടുത്തൊരു വീടല്ല, ഒരു സ്ഥലമല്ല, നമ്മുടെ ഫാമിലിയിലൊക്കെ ദൈവം തിരഞ്ഞെടുത്തതാണ്. നമ്മളെ ആ കുടുംബത്തിൽ ദൈവം നിയോഗിച്ച് നിർത്തിയേക്കുന്നതാണ്. അപ്പം നമ്മൾ കടന്നു പോകേണ്ട ചലഞ്ചസ് ഒക്കെ ദൈവത്തിന് അറിയാം. നമ്മൾ വിചാരിക്കും നമ്മൾ ഈ ഇപ്പം നിങ്ങൾ ഇപ്പം നമ്മൾ ഈ സിനിമയിലും നാടകത്തിലൊക്കെ അഭിനയിക്കുന്നവർ അവർ പറയുന്ന ഒരു കാര്യമാണ്, അവർ ചില റോൾ ചെയ്ത് കഴിയുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ആ റോളിൽ നിന്ന് പുറത്തു വരാൻ പറ്റത്തില്ല. ഈ സിനിമയുടെയൊക്കെ ഷൂട്ടിങ്ങും അല്ലെങ്കിൽ നാടകമൊക്കെ ആണെങ്കിൽ പല സ്ഥലങ്ങളിൽ ഒരേ റോൾ ഇങ്ങനെ കളിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ആ ഒരു കഥാപാത്രത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല. ദൈവം ഈ ഭൂമിയിൽ നമ്മളെ എല്ലാം ഓരോരോ കുടുംബങ്ങളിൽ ജനിപ്പിച്ചു. നമ്മളെ ചില കാര്യങ്ങൾക്ക് നിയോഗിച്ച് നിർത്തിയേക്കുവാണ്. ചില സമയത്ത് നമ്മൾ അതിനകത്ത് കൂടെ കയറിപ്പോയി കുറേ കാര്യങ്ങൾ നമ്മൾ ഇഴുകിച്ചേർന്ന് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് വാസ്തവത്തിൽ ഇത് നമ്മൾ എന്ത് ഡീൽ ചെയ്യുന്നു അതാണ് റിയാലിറ്റി എന്നുള്ള കാര്യത്തിലേക്ക് വരികയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ ഈ ഭൂമിയിൽ അയച്ചൊരു ദൈവമുണ്ട്, നമുക്ക് ഈ ഒരു റോള് തന്നൊരു ദൈവമുണ്ട്. ആ ദൈവം വിശ്വസ്തനാണ്. ആ ദൈവം ഇന്ന് നമ്മളോട് പറയുകയാണ്, വിശ്വസിക്കുക, ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും. ഇങ്ങനെ പ്രഖ്യാപിക്കുന്നവരെ ദൈവം നോക്കുകയാണ്. കാരണം വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന് ഉറപ്പാണ്, കാണപ്പെടാത്തവ ഉണ്ടെന്ന ബോധ്യമാണ്. അദൃശ്യമായവയിൽ നിന്ന്, അദൃശ്യമായ ലോകത്തിൽ നിന്നാണ് ഈ ദൃശ്യമായ ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് എബ്രായർ 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. അതായത് ആ അദൃശ്യമായ ലോകം റിയലാണ്. ആ റിയാലിറ്റിയിൽ നിന്ന് ഈ ദൃശ്യമായ ലോകത്തിലേക്ക് ദൈവത്തിന്റെ മഹത്വവും ശക്തിയും കൊണ്ടുവരാനുള്ള ഒരു വിളി കൂടി നമുക്കുണ്ട്. ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ ശക്തിയും ഈ ദൃശ്യമായ ലോകത്തിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ പ്രാർത്ഥനകൾക്കകത്ത് നമുക്കിപ്പോൾ ഒരു നിങ്ങളുടെ ലൈഫിൽ, എൻ്റെ ലൈഫിൽ, നമ്മുടെ ലൈഫിലെയൊക്കെ ചില വിഷയങ്ങളായിരിക്കും നമ്മളെ ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ കൊണ്ട് ചെന്ന് എത്തിക്കുന്നത്. പക്ഷെ ആ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ശക്തി ഈ ഭൂമിയിലേക്ക് കടന്നു വരികയാണ്, ദൈവരാജ്യത്തിന്റെ മഹത്വം ഈ ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സും ഇതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പം ഇന്ന് ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ദൈവം നമ്മളോട് പറയുകയാണ്, ആത്മധൈര്യത്തോടെ നമ്മൾ പറയണം. ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്, ആത്മധൈര്യത്തോടെ നമുക്ക് പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും. ഇതൊന്ന് അധരം തുറന്ന് പറഞ്ഞേ, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. കണ്ടോ, ഇന്ന് ലോകത്തിലുള്ള എല്ലാ സംഭവവും ഭയത്തിലാണ് റിവോൾവ് ചെയ്തേക്കുന്നത്. ഭയം, മൊത്തത്തിൽ ഭയമാണ് എല്ലാവർക്കും. ഭയം. ഒരു മനുഷ്യൻ കുറച്ച് നാൾ മുമ്പ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അയാൾക്ക് കിടന്നുറങ്ങാൻ ഭയമാണ്. കാനഡയിൽ അദ്ദേഹത്തിന് 4 വീടുകളുണ്ട്. 4 ആണോ 5 ആണോ വീട് ഉണ്ട്. അയാൾ വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല.
പക്ഷെ ആൾക്ക് ഭയമാണ് കിടന്നുറങ്ങിയ. കിടന്നുറങ്ങി കഴിയുമ്പോൾ മരിച്ചു പോകും എന്നുള്ള ഭയം. ചില മനുഷ്യർക്ക് വണ്ടി ഓടിക്കാൻ ഭയമാണ്. വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഇടിക്കുമോ എന്നുള്ള ഭയം. ചില മനുഷ്യർക്ക് ബസ്സിൽ കയറാൻ ഭയമാണ്. ബസ്സിൽ കയറിയ ബസ്സിന് ടയർ പൊട്ടിപ്പോയി വല്ലയിടത്തും പോയി ബസ് പോയി ഇടിക്കുമോ എന്നുള്ള ഭയം. അങ്ങനെ ഭയം തുടങ്ങി ചില മനുഷ്യർക്ക് ഒരു സ്വിച്ച് ഇടാൻ പോലും ഭയമാണ്. കാരണം സ്വിച്ച് ഇട്ടാൽ കറണ്ട് അടിക്കുമോ എന്നുള്ള ഭയം അല്ലേ? പക്ഷെ നമ്മളാരും ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ? നമ്മൾ പലപ്പോഴും സ്വിച്ച് ഇടുമ്പോഴത്തേക്ക്, ഒരു ഫാനിന്റെ സ്വിച്ച് ഇടുമ്പോഴത്തേക്ക് ഫാൻ പറഞ്ഞു നമ്മുടെ തലയിലോട്ട് വന്ന് വീഴുമെന്നുള്ള ചിന്തിച്ചിട്ടാണോ ഫാനിന്റെ സ്വിച്ച്, നിങ്ങളുടെ വീട്ടിലെ സ്വിച്ച് ഇടുന്നത്? ഫാൻ കറങ്ങും, കുഴപ്പമില്ല എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണ് ചെയ്യുന്നത് അല്ലേ? എല്ലാ ലോകം മുഴുവൻ ഓടുന്ന വിശ്വാസത്തിലാണ്. പക്ഷെ ഓൺ ദ അതർ ഹാൻഡ് ഭയം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകത്ത്. നമ്മൾ TV വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പോസിറ്റീവ് ന്യൂസ് ലോകത്ത് നടക്കുന്നുണ്ട്, നന്മകൾ ലോകത്തുണ്ട്. അതൊന്നും നമ്മുടെ TV ചാനലുകളിലൊന്നുമില്ല, പത്രത്തിലുമില്ല. മുഴുവൻ നെഗറ്റീവാണ്. ചിലപ്പോൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്മൾ ചായ കുടിച്ച് പത്രം വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പത്രം വായിച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഡിപ്രസ്ഡ് ആവും. കാരണം അതുപോലത്തെ ഭീകരമായ കാര്യങ്ങളാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ അത് സെൻസിറ്റീവ് ന്യൂസ്, അല്ലെങ്കിൽ എന്നാ പറയുക, സെൻസേഷണൽ, നോട്ട് സെൻസിറ്റീവ്, സെൻസേഷണൽ ന്യൂസ് എന്നുള്ള നിലയിൽ ഇങ്ങനെ ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഇങ്ങനെയുള്ള ന്യൂസ് വന്ന് മനുഷ്യനെ ഒരു വല്ലാത്ത ഒരു തലത്തിലേക്ക് മനുഷ്യന്റെ മൈൻഡിനെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. ലോകത്ത് നടക്കുന്ന നന്മകളൊന്നും പറയത്തില്ല, തിന്മകൾ മാത്രം എക്സാജറേറ്റ് ചെയ്തുകൊണ്ട്. ഈ ലോകത്ത് കർത്താവ് എന്തുവരെ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്, നന്മകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് ലോകം ഇത് വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വീണ്ടും ഇങ്ങനെ ഡാർക്ക് ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇന്ന് ദൈവവചനം എവിടെയെങ്കിലും പ്രഘോഷിക്കപ്പെടുമ്പോൾ, അതായത് നമ്മളിങ്ങനെ ഇരുട്ടുള്ള മുറിയിൽ ഒരു മിന്നാമിനിങ് വരുന്ന പോലെയാണ്, ദൈവവചനം കേൾക്കാൻ വേണ്ടി മനുഷ്യൻ എവിടെ നിന്ന് ഓടി വരുന്ന ഒരു കാലഘട്ടമാണ്. കാരണം മനുഷ്യൻ ആശ്വാസം തിരയുകയാണ്. ഈ ആശ്വാസം ഒരു സ്ഥലത്തു നിന്നേ കിട്ടത്തുള്ളൂ, അത് ഈശോയിൽ നിന്നാണ്. കാരണം ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ, യേശുവേ ആരാധന. കർത്താവ് വിളിക്കുകയാണ് ഓരോ മക്കളെയും, അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. ഇന്ന് ഭാരങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈശോയുടെ അരികിലേക്ക് കടന്നു വരാം. അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈശോയ്ക്ക് മാത്രം തരുവാൻ കഴിയുന്ന ഒരു പ്രത്യേക ആശ്വാസമുണ്ട്, ഒരു റിലീഫുണ്ട്. ആ റിലീഫ് നമ്മൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും. യേശുവിൽ നിന്ന് പഠിക്കുവിൻ. ഞാൻ ശാന്തശീലനാണ്, വിനീത ഹൃദയനാണ്. അതായത് ഏത് സമയത്ത് നമുക്ക് കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വരാം. ശാന്തശീലനാകുന്നവൻ, വിനീത ഹൃദയനാകുന്നവൻ, ആ വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും. എന്നിൽ നിന്നും, ഫ്രം മീ, യേശുവിൽ നിന്നും സ്വീകരിക്കുവാൻ ഒരു കോളിങ് കർത്താവ് വിളിക്കുക നമ്മളോട്. എന്നിൽ നിന്ന് നീ ചിലത് സ്വീകരിക്കണം. ഒരിക്കൽ ഈശോ മാർത്താടെ മറിയത്തിന് വീട്ടിൽ വന്നപ്പം മാർത്ത വീട് വൃത്തിയാക്കുന്ന കാര്യവും പലവിധ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് വ്യഗ്രചിത്തയായിരുന്നു. മറിയം യേശുവിൻ്റെ കാൽക്കീഴിലിരുന്ന് യേശു പറയുന്ന കാര്യങ്ങൾ കേട്ടോണ്ടിരുന്നു. ആ സമയത്ത് അവസാനം കർത്താവ് കൊടുക്കുന്നൊരു ഉത്തരവുണ്ട്. കർത്താവ് ഇങ്ങനെ പറയുകയാണ്, മാർത്ത നീ പല കാര്യങ്ങളെക്കുറിച്ചും ഓർത്ത് വ്യഗ്രചിത്തയാ, മറിയം ശ്രേഷ്ഠമായത് തെരഞ്ഞെടുത്തു, അവളിൽ നിന്ന് അത് എടുക്കപ്പെടുകയില്ല. ഇന്ന് നമുക്ക് ലൈഫിൽ പല കാര്യങ്ങളുണ്ടെങ്കിലും, പല സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കയറി ഇറങ്ങി പോകുമ്പോഴും കർത്താവുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ്, അതിനകത്താണ് ദൈവത്തിൻ്റെ ശക്തിയെ നമ്മൾ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്. കർത്താവുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ്, ആ ബന്ധത്തിനകത്ത് ദൈവമഹത്വം ഈ ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. അപ്പം നിങ്ങൾക്ക് കർത്താവുമായിട്ടുള്ള ആ വ്യക്തിപരമായ ബന്ധം ശക്തമാകുന്നതോടുകൂടി നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വീട് മാറും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പറമ്പും നിങ്ങളുടെ സമൂഹവും നിങ്ങളുടെ ജോലി മേഖലകളും എല്ലാം ട്രാൻസ്ഫോംഡ് ആവും. കാരണം യു ആർ ക്യാരിയിങ് ഹിസ് അനോയിറ്റിംഗ്. കർത്താവിൻ്റെ അഭിഷേകമാണ് നിങ്ങൾ വഹിക്കുന്നത്. എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ക്യാരി മൈ അനോയിറ്റിംഗ്.
ലേൺ ഫ്രം മീ, എന്നിൽ നിന്ന് പഠിക്കുക, യേശുവിൽ നിന്ന് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. യേശുവിൻ്റെ കാലഘട്ടത്തിൽ അന്ന് ജൂതപുരോഹിതര് കൂടുതലും പഴയ നിയമത്തിലെ ഓരോ കൽപ്പനകൾ പറഞ്ഞ് ജനങ്ങൾക്ക് ഇങ്ങനെ വലിയ ഭാരം അവരുടെ പുറത്തോട്ട് ഇങ്ങനെ ചുമത്തുമായിരുന്നു. അപ്പം കർത്താവ് വന്ന് അവരുടെ ഇടയിലോട്ട് ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, ഞാൻ ശാന്തശീലനാ, വിനീത ഹൃദയന. കാരണം അതുവരെ ദൈവത്തെക്കുറിച്ചുള്ള പിക്ചർ മനുഷ്യരുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയേക്കുന്നത് ഒരു വലിയ പേടിപ്പിക്കുന്ന ഒരു 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 എന്താ പറയുന്നത്, കർക്കശക്കാരനായ ഒരു വ്യക്തിയായിട്ടാണ്. എന്നാൽ യേശു പറയുകയാണ്, ഞാൻ ശാന്തശീലന, വിനീത ഹൃദയന, എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും. നമുക്ക് വലിയൊരു റിലീഫല്ലേ, ദൈവം ശാന്തശീലനാണ്, വിനീത ഹൃദയനാണെന്നൊക്കെ നമുക്ക് മനസ്സിലാകുമ്പോൾ. ദൈവം സ്നേഹമാകുന്നു, ദൈവം ശാന്തശീലനാണ്, ദൈവം വിനീത ഹൃദയനാണ്, ദൈവം നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇതെല്ലാം യേശുവിലൂടെയാണ് ലോകം കേൾക്കുന്നത്, ഈ കാര്യങ്ങളല്ല. അതുവരെ ദൈവത്തെക്കുറിച്ചുള്ള പിക്ചർ വേറെ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ അവിടെ നിന്നൊരു ടേൺ അറൗണ്ട് വരിക, അതായത് മനുഷ്യൻ ചിന്തിച്ചിട്ടില്ലാത്തൊരു തലം തുറക്കപ്പെടുകയാണ്. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്വർഗീയ പിതാവ്, സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട്. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകുന്നു, എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും. ശിശുക്കളായിട്ടുള്ളവർ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ തടയേണ്ട, ദൈവരാജ്യം അവരെ പോലുള്ളവർക്കാണ്. കണ്ടോ, ഇങ്ങനെ മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ റിയൽ ആയിട്ടുള്ള പിക്ചറിനെ കൊടുക്കുകയാണ്. റിയൽ ആയിട്ടുള്ള പിക്ചറിനെ, അതായത് എത്രമാത്രം ദൈവം നമ്മളുമായിട്ട് പ്രണയത്തിലാണ്, സ്നേഹത്തിലാണ്. നമ്മുടെ ആ സ്നേഹത്തെ നമ്മളൊന്ന് സംസാരിക്കാൻ കൊതിക്കുന്ന ഒരു ദൈവം, നമ്മളോടൊപ്പം ഒരു മിനിറ്റ് ഒന്ന് ഇരിക്കാൻ, ഒന്ന് ചെലവിടാൻ നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു ദൈവം, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം, നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുവാൻ അടുത്ത് വന്നിരിക്കുന്ന, ക്യാൻ യു സ്പെൻഡ് സം ടൈം വിത്ത് മീ എന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ പുതിയ നിയമത്തിൽ കാണുവാണ്. ഹല്ലേലൂയ. നമ്മുടെ കൂടെ സമയം ചെലവിടുവാൻ കൊതിക്കുന്ന ഒരു ദൈവം. സങ്കീർത്തനം 115:12 നമ്മൾ കാണുന്നുണ്ട്, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അപ്പൊ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും 1 പത്രോസ് 5-ാം അധ്യായത്തിൽ നമ്മളിത് കാണുന്നു. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഹി കെയർസ് ഫോർ യു. ഇംഗ്ലീഷിൽ അങ്ങനെയാ, ഹംബിൾ അണ്ടർ ദ മൈറ്റി ആംസ് ഓഫ് ദ ലോർഡ് ആൻഡ് ഹി വിൽ എക്സോൾട്ട് യു ഇൻ ഡ്യൂ ടൈം. ഹി കെയർസ് ഫോർ യു. അവിടെ നിങ്ങളെ കെയർ ചെയ്യുന്നു, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. സങ്കീർത്തനത്തിൽ പറയുന്നത് കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. ഇന്ന് ഇങ്ങനെ എന്ന് പറഞ്ഞേ, കർത്താവിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട്, കർത്താവിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട്, കർത്താവ് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നാളെ ഒരു മീറ്റിംഗ് ഉണ്ട് ഞങ്ങൾക്ക്, ഭിന്നശേഷിക്കാരുടെ പ്രോഗ്രാമിൻ്റെ അതിൻ്റെ അത് തുടർന്ന് ഇവിടെ നടക്കുന്നതിന് വേണ്ടി അതിൻ്റെ അതോറിറ്റീസുമായിട്ടുള്ളൊരു മീറ്റിംഗാണ്. അപ്പോൾ ഇതിന് മുമ്പുണ്ടായിരുന്ന മീറ്റിങ്ങുകൾ 2 എണ്ണം അത് എടുത്തത് ഒരു നോർത്തേൺ അയർലൻഡിൽ നിന്നൊരു ലേഡിയാണ്. അവർ ഒരു നിരീശ്വരവാദി ആയ വ്യക്തിയാണ്. അപ്പോൾ അവർക്കിത് നമ്മൾ ഇവിടെ റിട്രീറ്റ് നടത്തുന്നതും ഈ പ്രോഗ്രാം നടത്തുന്നതൊക്കെ അത് ഒത്തിരിയും പേർക്ക് അനുഗ്രഹമാണ്, ബ്ലെസ്സിങ് ആണ്. പക്ഷെ നിരീശ്വരവാദികൾ ഇതിനെ കാണുമ്പോൾ അത് വേറൊരു ആംഗിളിലാണ് കാണുന്നത്. അപ്പോൾ അവരിതിനെ ഏതെങ്കിലും വിധത്തിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യാനുള്ള ശ്രമത്തിൽ ഏകദേശം ഒരു 98% അത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും എന്ന തലത്തിൽ നിന്നപ്പോഴാണ് വേറൊരാൾ, അതിൻ്റെ ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു വ്യക്തി, അവരൊരു നമുക്കൊന്നും കൂടെ അതിൻ്റെ ഒരു ടൈം തന്നു. നമുക്ക് അവരുടെ അടുത്തുകൂടി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതിനൊക്കെ ആയിട്ട്. അപ്പം കഴിഞ്ഞ ആഴ്ച ഒരു സെഷൻ ഉണ്ടായിരുന്നു, നാളെ ഇപ്പോൾ ഒരു സെഷനും കൂടെ ഉണ്ട്. അപ്പം നമുക്കിതിൻ്റെയൊക്കെ അപ്രൂവലിൻ്റെ ആവശ്യമുണ്ട്. അപ്പം നാളെ അതിൻ്റെ ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചില സമയത്ത് കയറി വരുമ്പോൾ ഞാൻ ഓർക്കും, ദൈവം ഞാൻ എന്തായിരിക്കും ആ സമയത്ത് പറയേണ്ടത് എന്നിങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഈ വചനം എന്നിങ്ങനെ ശക്തിപ്പെടുത്തുകയാണ്. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആ സമയത്തോ ആ മണിക്കൂറുകളിലോ എന്ത് പറയണമെന്ന് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടരുത്, എൻ്റെ പിതാവിൻ്റെ ആത്മാവ് തന്നെ നിങ്ങളിലൂടെ സംസാരിക്കും. നാളെ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങൾ ഹോളി കമ്മ്യൂണിയൻ പരിശുദ്ധ ബലിക്കായിട്ട് കടന്നു പോകുമ്പോൾ, കുർബാനയ്ക്കായിട്ട് കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെയാണെങ്കിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഞങ്ങളുടെ ഇവിടെ നടക്കുന്ന ഈ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നടക്കുന്ന റിട്രീറ്റുകൾ, ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് തുടർന്നും നടത്താൻ കർത്താവിൻ്റെ ആ കൃപ, കർത്താവിൻ്റെ ശുശ്രൂഷ, ഇത് നമ്മുടെ ശുശ്രൂഷയല്ല. ഇന്നിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഈ ഒരു വീഡിയോ ബ്ലോഗിങ് പോലും ഈശോയുടെ ഒരു ഗൈഡൻസിൽ കർത്താവ് നടത്തുന്ന ശുശ്രൂഷയാണ്. അപ്പം അത് മുമ്പോട്ട് പോകുന്നതിന് എല്ലാ തടസ്സങ്ങളെ ദൈവം എടുത്ത് മാറ്റട്ടെ. ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനകൾ, വിലയേറിയ പ്രാർത്ഥനകൾ ചോദിക്കുകയാണ്. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിന് നമ്മളെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കും.
ഈ വചനം ഒന്ന് ഏറ്റെടുത്തേ. സങ്കീർത്തനം 115:12. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അധരം തുറന്ന് പറഞ്ഞേ, എന്റെ കർത്താവിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഈശോ നമ്മളെ അനാഥരായി വിടുവോ? അനാഥരായി വിടത്തില്ല. ആദ്യം കേട്ട വാക്യം യോഹന്നാൻ 14:18. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എന്റെ കർത്താവിന് എന്നെക്കുറിച്ചൊരു വിചാരമുണ്ട്, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കും. ഇന്ന് ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിന് ശക്തി അനുഗ്രഹ മഴയായിട്ട് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരും. അനുഗ്രഹത്തിന്റെ അഭിഷേകമായിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി നിൽക്കും. വചനത്തിന്റെ പവറിനെ ഒരു വ്യക്തി വിശ്വസിക്കുമ്പോഴാണ് ദൈവരാജ്യത്തിന്റെ ശക്തി നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. ഇപ്പോൾ തന്നെ രോഗികളെ യേശു സൗഖ്യമാക്കുന്നുണ്ട് ഈ കൂട്ടായ്മയിൽ. ഇപ്പോൾ തന്നെ അത്ഭുത വഴികൾ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ നടുവിൽ തുറക്കപ്പെടുന്നു. അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടുന്നു യേശുവിന്റെ നാമത്തിൽ. ഇങ്ങനെ ഈശോ എന്നോട് പറയാൻ പറഞ്ഞു, അടഞ്ഞ വാതിലുകളെ കർത്താവ് തുറക്കുന്നു. പിശാച് ചിലപ്പോൾ ചില വാതിലുകളെ അടയ്ക്കാൻ നോക്കുമ്പോൾ കർത്താവ് ആ വാതിലിനെ തുറപ്പിക്കും. അടഞ്ഞ വാതിലുകളെ തുറപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അടയ്ക്കാൻ ചില വാതിലിനെ അടയ്ക്കാൻ അവൻ സമ്മതിക്കത്തില്ല. എഫാത്ത തുറക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ് അവൻ തുറക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് കടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ വചനം ഒന്ന് ഉള്ളിലോട്ട് എടുത്തേ. എൻ്റെ ഈശോയെ അവിടുന്ന് പറഞ്ഞല്ലോ, അവിടുന്ന് എനിക്ക് ഉറപ്പാണല്ലോ, എന്നെ ഒരു വിധത്തിലും അവഗണിക്കത്തില്ല, ഉപേക്ഷിക്കത്തില്ല. നമ്മൾ ലോകത്തിലെ മനുഷ്യർ പലതരത്തിലും മനുഷ്യരെ അവഗണിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്, അല്ലേ? നമ്മളെല്ലാവരും പല സമയങ്ങളിൽ പല കാര്യത്തിലൂടെ കയറി ഇറങ്ങിപ്പോയിട്ടുള്ളവരാണ്. പക്ഷെ വചനം നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ് എന്നാ? യേശു പറയുകയാണ്, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. യു ആർ അക്സെപ്റ്റഡ് ഇൻ മീ. നിനക്ക് ഏത് സമയത്തും എൻ്റെ അരികിലേക്ക് കടന്നു വരാം. ഐ അക്സെപ്റ്റ് യു. ഏറ്റവും വലിയൊരു ഉറപ്പല്ലേ? നമ്മളെ ഒരാൾ അക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മളെ ഒരാൾ സ്വീകരിക്കുന്നു, നമുക്ക് വേണ്ടി ഒരാൾ നിലകൊള്ളുന്നു എന്നുള്ള ഒരു ഉറപ്പ്. തിമോഥെയോസിന്റെ ലേഖനം എഴുതുമ്പോൾ പൗലോസിനെ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിന്റെ മനുഷ്യരുടെ ഇടയിൽ മധ്യസ്ഥനായി അവൻ നിലകൊള്ളുന്നു. അവിടെ ചില ട്രാൻസ്ലേഷനിൽ അഡ്വക്കേറ്റ് എന്നാണ്. അഡ്വക്കേറ്റ്, ഈസ് അവർ അഡ്വക്കേറ്റ്. നമ്മളൊരു കോടതിയിൽ ഒരു ലോയർ വന്ന് നിൽക്കുകയില്ലേ, അഡ്വക്കേറ്റ്, നമുക്ക് വേണ്ടി നിൽക്കുന്ന ആൾ. അതുപോലെ യേശു വന്ന് നിൽക്കുകയാണ്. പിശാച് പല കാര്യങ്ങൾ പറഞ്ഞ് വാദിക്കാൻ നോക്കുമ്പോൾ കർത്താവ് സ്വന്തം രക്തം കൊണ്ട് നമ്മളെ മറച്ചു വെച്ച് കഴുകി വിശുദ്ധീകരിച്ച് നമ്മുടെ പാപങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞ് നമ്മളെ ക്ലീൻ ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയാണ്. ഹീസ് മൈ ബോയ്, മൈ ഗേൾ, ഷീസ് റൈച്ചസ്, ഹീസ് റൈച്ചസ്. അവൾ നീതിമാനാണ്, അവരുടെ നീതിയാണ്. ദേ ആർ മൈ റൈച്ചസ് വൺസ്. ഭയങ്കര ഒരു ഡിക്ലറേഷനാണ് അത്. പിശാച് ഏറ്റവും ഭയപ്പെടുന്ന കാര്യം യേശുവിൻ്റെ ഡിക്ലറേഷനാണ്. ദൈവം നീതീകരിച്ചതിന് ആര് കുറ്റം ചുമത്തും? പൗലോസ്ലീഹ റോമാലേഖനം 8-ാം അധ്യായം ചോദിക്കുകയാണ്. ദൈവം സ്വന്തം രക്തം കൊടുത്ത് നീതീകരിച്ചു. 2 കൊരിന്ത്യർ 5:21. നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവൻ നമുക്കായി പാപമായി തീർന്നു. പാപമറിയാത്തവനായ യേശു നമുക്ക് വേണ്ടി പാപം ആയി തീർന്നു എന്ന വചനത്തിൽ പറയുന്നു. പാപമായി തീരുക എന്ന് പറഞ്ഞാൽ എൻ്റെ പാപത്തെ മുഴുവനും യേശു ഏറ്റെടുത്ത് യേശുവിൻ്റെ നീതിയെ യേശു എന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇതാണ് ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്നത്. വി ആർ റിസീവിങ് ഹിസ് റൈച്ചസ്നെസ് കംപ്ലീറ്റ്ലി. നമ്മുടെ പാപം മുഴുവൻ യേശു ഏറ്റെടുക്കുക. നമ്മുടെ പാപം മുഴുവൻ യേശു ഏറ്റെടുത്തിട്ട് യേശുവിൻ്റെ ജീവനും നീതിയും നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നൽകുകയാണ്. ആ ട്രാൻസ്ഫറിനകത്തു കൂടിയാണ് നമ്മുടെ സകല അനുഗ്രഹങ്ങളും നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. സകല അനുഗ്രഹങ്ങൾ. അത് നമ്മുടെ ഒരു പ്രാർത്ഥനയുടെ യോഗ്യതയോ നമ്മുടെ നീതി പ്രവൃത്തിയുടെ യോഗ്യതയോ ഒന്നുകൊണ്ടല്ല. യേശുവിൻ്റെ ജീവൻ സൗജന്യമായി കാൽവരി മലമുകളിലെ പരിഹാര ബലിയിലൂടെ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആ ജീവന്റെ സമൃദ്ധിയാണ് നമ്മളെ നന്മ പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. ആ ഫൗണ്ടേഷനിലാണ് നമ്മൾ പുതിയ നിയമത്തിൽ സൽപ്രവർത്തികൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. പഴയ നിയമത്തിലാണെങ്കിൽ നമുക്ക് നമ്മളുടെ മനുഷ്യ ഇതിൽ ആശ്രയിച്ച് നന്മ ചെയ്ത് അത് ദൈവം തൂക്കി നോക്കുക. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിൽ ആര് വിശ്വസിക്കുന്നുവോ ആ വിശ്വാസത്തിലൂടെ ഒരു വ്യക്തി നീതീകരിക്കപ്പെടുകയും വീണ്ടും ജനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വീണ്ടും ജനിച്ച ഈശോയുടെ മക്കൾ യേശുവിന്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത യേശുവിലുള്ള ഒരു പുതിയ സൃഷ്ടിയായി നീതീകരിക്കപ്പെട്ടവരായി ആ പുതിയ ഐഡന്റിറ്റിയിൽ പുതിയ മനുഷ്യരായി പരിശുദ്ധാത്മാവിനെ ലഭിച്ചവരായി അവർ സൽപ്രവർത്തികൾ ചെയ്യുന്നു. അതൊരു പുതിയ ജീവിതമാണ്, ഒരു പുതിയ ലോകം, പുതിയ തലം കർത്താവ് തുറന്നിരിക്കുകയാണ്.
ഇന്നേ വരെ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരാൻ കഴിയാത്ത ആരെങ്കിലും ഇന്ന് ഈ കൂട്ടായ്മയിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ യേശുവേ, ഞാൻ എന്നെ തന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ഈ ഭൂമിയിൽ എനിക്ക് വേണ്ടി കടന്നു വന്നുവെന്നും എൻ്റെ പാപങ്ങളെ അവിടുന്ന് കാൽവരി മലമുകളിലെ പരിഹാര ബലിയിൽ ഏറ്റെടുത്തുവെന്നും എന്നെ നീതീകരിക്കുന്നതിന് വേണ്ടി അവിടുന്ന് ക്രൂശിൽ സകലതും പൂർത്തീകരിച്ച് സ്വന്തം ജീവനെ നൽകിയെന്നും ഞാൻ വിശ്വസിക്കുന്നു. മരണത്തെ തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്ത യേശുവേ, അങ്ങയെ രക്ഷകനും നാഥനുമായി ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ഉള്ളിൽ വന്ന് അവിടുന്ന് വസിക്കണമേ. യേശുവേ, എൻ്റെ സകല പാപങ്ങളെ അവിടുത്തെ രക്തം വഴി അവിടുന്ന് കഴുകി എന്നെ വിശുദ്ധീകരിച്ച് ആ തിരുരക്തത്തിൻ്റെ ശക്തിയിലൂടെ എന്നെ പുതുക്കി ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കുന്നതിനായി ഞാൻ നന്ദി പറയുന്നു. യേശുവേ, ഞാൻ എന്നെ തന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ എന്നെ വഴി നടത്തണമേ, എന്നെ നിറയ്ക്കണമേ. ആമേൻ. നിങ്ങളിപ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചെങ്കിൽ ഈ സമയം കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളൊരു പുതിയ സൃഷ്ടിയാക്കിയിട്ടുണ്ട്. 2 കൊരിന്ത്യർ 5:17 ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കടന്നുപോയി, പുതിയൊരു വ്യക്തിയായി, പുതിയൊരു മനുഷ്യനായി, പുതിയൊരു ഒരു ഹോളി സ്പിരിറ്റ് ട്രാൻസ്ഫോംസ് അസ്. പരിശുദ്ധാത്മാവ് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യും. ആ ട്രാൻസ്ഫോർമേഷൻ പവർ നമ്മുടെ ജീവിതത്തിന് എല്ലാ മേഖലകളിലും നിറയപ്പെടട്ടെ. യേശുവേ, ഇന്ന് ഈ ലൈവ് പ്രയറിൽ ജോയിൻ ചെയ്യുവാൻ അവിടുന്ന് നിയോഗിച്ച ഓരോ മക്കളെ സമർപ്പിക്കുന്നു. അവരുടെ നിരവധിയായ വിഷമങ്ങളും വേദനകളും അവിടുന്ന് അറിയുന്നല്ലോ. ഇന്ന് ഞങ്ങൾ കേട്ട വചനം പോലെ അവിടുന്ന് ഞങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുകയില്ലല്ലോ. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. കർത്താവെ, അങ്ങയുടെ വചനം നൽകുന്ന ആ ഒരു വലിയ റീഅഷുറൻസ്, ആ അഷുറൻസ്, ആ ഒരു ഉറപ്പ്, ആ ഉറപ്പിൽ നിന്ന് ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ ഈശോയുടെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും ഇന്ന് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ഓരോ ദൈവമക്കളുടെ കൂടെ, ഇനി കേൾക്കുവാനിരിക്കുന്നവരുടെ മേൽ, എല്ലാ ദൈവജനത്തിൻ്റെ മേൽ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ കൃപയും സമാധാനവും നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് കേട്ട വചനങ്ങളെല്ലാം ഓർത്തിരിക്കണം കേട്ടോ. ഇന്ന് പ്രത്യേകമായിട്ട് ദൈവം ഈ വചനം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ നിയോഗിച്ച് നൽകിയതായിരുന്നു. അപ്പം ഇന്ന് ലേറ്റായി, കുറേ പ്രോഗ്രാമുകൾ ഇന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്ന് ലേറ്റായിട്ട് ഇന്ന് ലൈവ് ചെയ്യാൻ പറ്റിയത്. നാളത്തെ ഞങ്ങളുടെ ആ ഒരു മീറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ആ സമയത്ത് അധികാരികളോട്, ഇവിടെയുള്ള ഐറിഷ് ആയിട്ടുള്ള അതോറിറ്റീസിനോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മൾ പരിശുദ്ധാത്മാവരോട് സംസാരിക്കണം. ശുശ്രൂഷകളൊക്കെ ദൈവം ക്രമീകരിക്കും, ദൈവത്തിൻ്റെ ശുശ്രൂഷകളാണ്, പക്ഷെ നമുക്കതിനെല്ലാം പെർമിഷൻസ് വേണമല്ലോ. അപ്പോൾ അധികാരികളോട് ദൈവം സംസാരിക്കാൻ, അവരുടെ ഹൃദയത്തോട് ദൈവം ഇടപെടുവാൻ, ആ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നതിന് വേണ്ടി എല്ലാവരുടെ പ്രാർത്ഥനകൾ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളൊക്കെ ഉപവാസത്തിലാണ്. പ്രാർത്ഥനാ റിക്വസ്റ്റുകളൊക്കെ മെസ്സഞ്ചറിലോ കമൻറ്റ് ബോക്സിലോ ഒക്കെ പോസ്റ്റ് ചെയ്യുവാണെങ്കിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഹാവ് എ ബ്ലെസ്സഡ് നൈറ്റ്. ഗോഡ് ബ്ലെസ് യു. സാധിക്കുമെങ്കിൽ ഒരു 5 മിനിറ്റ് ഇന്ന് കേട്ട വചനമൊക്കെ ധ്യാനിച്ച് ഒന്ന് പ്രാർത്ഥിക്കാനിരിക്കണം കേട്ടോ. ഈശോയുടെ സന്നിധിയിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാനിരിക്കുക. എന്നിട്ട് കർത്താവിൻ്റെ കൂടെ സുഖമായിട്ട്, കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങണം കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണേ. ഓക്കെ, താങ്ക് യു.